നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പുതിയ തുറന്നു പറച്ചിലുമായി പത്മജ വേണുഗോപാൽ. കോൺഗ്രസിനെതിരെ നിരവധി വിമർശനങ്ങളാണ് പത്മജ മുന്നോട്ട് വയ്ക്കുന്നത്. തന്റെ BJP പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിക്കകത്തും പുറത്തും ചർച്ചകളും വിമർശനങ്ങളും ഒടുങ്ങാതിരിക്കുമ്പോഴും തനിക്ക് പറയാനുള്ളതൊക്കെ തുറന്നു പറയാൻ പത്മജ വേണുഗോപാൽ മടിക്കുന്നില്ല. ഇന്നവർ മാധ്യമങ്ങളോട് പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കെ മുരളീധരനും മറ്റ് പല ആളുകളും ഭാവിയിൽ BJPയിലേക്ക് വരുമെന്നും പഴയ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ BJPയിൽ ഉള്ളതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ മുരളീധരൻ പാർട്ടി വിടാൻ മടിയില്ലാത്ത ആളാണ്. കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നേനെ എന്നും പത്മജ പറഞ്ഞു. കെ കരുണാകരന്റെ മക്കളോട് പലർക്കും പകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയാണ് ജയിക്കാൻ പോകുന്നത്. വടകരയിൽ നിന്നിരുന്നെങ്കിൽ സുഖമായി ജയിക്കാമായിരുന്ന മുരളീധരനെ എന്തിനാണ് തൃശൂരിൽ കൊണ്ടുവന്നതെന്നും അവർ ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്നെ തോൽപ്പിച്ചവർ തന്നെ മുരളീധരനെയും തോൽപ്പിക്കും. അതുപോലെ ഞാൻ ചന്ദനക്കുറി തൊടുന്നത് കോൺഗ്രസുകാർ എതിർത്ത് പറഞ്ഞു. കെ സുധാകരൻ മാത്രമാണ് കോൺഗ്രസിൽ തന്നോട് ആത്മാർത്ഥതയോടെ പെരുമാറിയിട്ടുള്ളത്. സുധാകരേട്ടനെ വിട്ടുപോകുന്നതിൽ മാത്രമേ തനിക്ക് വിഷമമുള്ളൂ എന്നും അവർ പറയുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തുന്ന പത്മജ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിനെത്തിയപ്പോൾ അവരുടെ വാഹനത്തിൽ കയറാൻ തന്റെ കയ്യിൽ നിന്ന് 22.5 ലക്ഷം രൂപ വാങ്ങിയെന്നും പണം വാങ്ങിയിട്ടും തന്നെ വാഹനത്തിൽ കയറ്റിയില്ലെന്നും ആരോപിച്ചു. DCC പ്രസിഡന്റ് MB വിൻസെന്റ് ആയിരുന്നു പണം വാങ്ങിയത്. തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചിയുടെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ പണം നൽകി. പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു. ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. അതോടെ ഞാൻ കയറുമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഏത് വഴിയിലൂടെയാണ് വാഹനം വരുന്നതെന്ന് പോലും പറഞ്ഞില്ലെന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. അതുപോലെ തന്നെ തോൽപ്പിച്ചവർ 2 പേർ തൃശൂരിൽ കെ മുരളീധരന് സ്വീകരണം നൽകിയപ്പോൾ ജീപ്പിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നവരാണ്. മറ്റ് പല വലിയ നേതാക്കളുമുണ്ട്. എന്നെ വല്ലാതെ ചൊറിഞ്ഞാൽ ഞാൻ തുറന്നു പറയും. എന്നെ തോൽപ്പിച്ചവർ മുരളീധരനെയും തോൽപ്പിക്കും. തനിക്കെതിരെ വിമർശനം നടത്തുന്നവരൊക്കെ ഇപ്പോൾ പൊട്ടിമുളച്ച നേതാക്കളാണ്. ചാനലിലിരുന്ന് വർത്തമാനം പറഞ്ഞ് നേതാക്കളായതാണ്. അച്ഛന് മന്ദിരം പണിയുമെന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ് ഇതുവരെ തന്നെ പിടിച്ചു നിർത്തിയിരുന്നത്. KPCC പ്രസിഡന്റിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയോടുള്ള പത്മജയുടെ പരാതികളും വെളിപ്പെടുത്തലുകളും ഇങ്ങനെ നീണ്ടുപോവുകയാണ്.